പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ സ്കൂളുകളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കേരള മോഡൽ നമ്പർ 1 അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിലവാരം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ പ്രത്യേകിച്ച് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മഴ ഒന്ന് മാറി നിൽക്കുന്നെങ്കിൽ പോലും കാലവർഷം ഇത്തവണ കഠിനമാകും എന്നൊരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ മഴവെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അപകട ബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ നഗരസഭയുടെ കൂടി ഒരു സഹായത്തോടെ അല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പലതരത്തിൽ യോഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മാത്രമല്ല സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അത് കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കാൻ ഈ ഉച്ചഭക്ഷണ പദ്ധതി ഉൾപ്പെടെ കാര്യക്ഷമമായി നടപ്പാക്കാനും സ്കൂൾ കെട്ടിടങ്ങളുടെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാര്യക്ഷമമായി നടപ്പാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അവർ അത് ചെയ്യേണ്ടതാണ്. അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാമെന്നുള്ളതാണ്. PTA-കളുടെ സഹായത്തോടെയാണല്ലോ ഈ ഉച്ചഭക്ഷണ പദ്ധതി ഉൾപ്പെടെ. അതിനെക്കുറിച്ചൊക്കെ ചില ആശങ്കകൾ ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യം, അതിനെ എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും ലക്ഷ്മി, അതായത് ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിൽ ഈ സർക്കാർ സ്കൂളുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊഴിഞ്ഞു വരുന്നതായി അല്ലെങ്കിൽ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവുണ്ടാവുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സർക്കാരിൻ്റെ തുടക്ക സമയങ്ങളിൽ ഇത്തരത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഒരു വർധനമുണ്ടായെങ്കിലും ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളായി അത്തരത്തിൽ എണ്ണം കുറയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഉച്ചഭക്ഷണ പദ്ധതി അടക്കം അത്തരത്തിൽ നമുക്കറിയാം വളരെ വിവാദങ്ങളിലേക്ക് കടന്ന ഒരു സംഭവം തന്നെയായിരുന്നു. സ്കൂളിലെ പ്രധാന അധ്യാപകരടക്കം അത്തരത്തിൽ പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഈ ചെലവാക്കിയ പൈസകളൊന്നും തിരിച്ചു കിട്ടാതെ തന്നെ അത്തരത്തിൽ പല ഹയർ സെക്കൻഡറി ആവട്ടെ ഹൈസ്കൂൾ ആവട്ടെ പ്രിൻസിപ്പാൾമാരടക്കമുള്ള ആളുകൾ വിവാദമായി തന്നെ അല്ലെങ്കിൽ പരസ്യമായി തന്നെ അവരുടെ പ്രതിഷേധം പറഞ്ഞുകൊണ്ട് പുറത്തെത്തുകയും അത് നിരന്തരമായിട്ടുള്ള വാർത്തയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായി സ്കൂൾ പാചക തൊഴിലാളികൾ അവർ വലിയ പ്രതിസന്ധിയിലാണ്. അവരാണല്ലോ ഭക്ഷണം ഒരുക്കി കൊടുക്കേണ്ടത്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ ഇന്ന് തുറക്കുകയാണ്, എന്നിട്ട് അവരുടെ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ലഭിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും ലക്ഷ്മി, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറി അധ്യാപകർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്ക് അത്തരത്തിൽ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക ഉണ്ടായിരുന്നു. വലിയ വാർത്ത തന്നെയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർ. പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഈ വേനലവധി കഴിഞ്ഞിട്ടും സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ അവരുടെ പൈസ ലഭിക്കാത്ത, അതായത് ശമ്പളം, മാർച്ച് മാസത്തിലെ ശമ്പളവും ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും കുടിശ്ശികയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ സ്കൂളിൽ പാചക തൊഴിലിന് വേണ്ടി വരുന്നത്. അവരുടെ ശമ്പളം കുടിശ്ശികായി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു കരടായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് മുമ്പിൽ പലതവണ അപേക്ഷകളായും സമരങ്ങളായും എല്ലാം ഈ പാചക തൊഴിലാളികൾ എത്തിയിരുന്നെങ്കിലും ഇതിനൊന്നും സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി എഴുത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം, അതായത് തമിഴ്നാട്, പോണ്ടിച്ചേരി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലടക്കമെല്ലാം ഈ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഏകദേശം 13,000-ലധികം പാചക തൊഴിലാളികളുണ്ടെന്നാണ് കണക്ക്. ഇവരാരും ഇത്തരത്തിൽ ഔദ്യോഗികമായി സർക്കാർ നിയമിക്കാനോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ജോലിക്കാരായി നിയമിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. മാത്രമല്ല ഈ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 250 വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന തരത്തിലാണ് അതിൻ്റെ ഒരു അനുപാതം വരുന്നത്. ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏകദേശം 35 വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി ആ തലത്തിലാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും 500 വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്നുള്ള തരത്തിലാണ് അനുപാതം വരുന്നത്. ഇത് പാചക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ 1000 വിദ്യാർത്ഥികൾക്ക് 2-3 പാചക തൊഴിലാളി എന്ന തലത്തിലേക്കാണ് മാറുന്നത്. തീർച്ചയായും ഇവരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല 600 രൂപ മാത്രമാണ് ഇവരുടെ ദിവസവേതനം എന്ന് പറയുന്നത്. അതായത് ജോലിയുള്ള ദിവസങ്ങളിൽ മാത്രം 600 രൂപ ദിവസവേതനം എന്ന തലത്തിലേക്കാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഈ ഒരു ദിവസവേതനത്തിലും വർധനവ് നടത്തണമെന്നുള്ള ആവശ്യമായി കഴിഞ്ഞ ദിവസം തന്നെ അവർ അത്തരത്തിൽ വിവിധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 900 രൂപയെങ്കിലും അത്തരത്തിൽ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് ഈ പാചക തൊഴിലാളികളുടെ ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇത്തരത്തിൽ പാചക തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വർഷത്തിൽ ഒരു തവണ ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തിൽ 2 തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പൂർണ്ണമായും ഇത്തരത്തിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെങ്കിൽ തന്നെ ഏകദേശം 3000 രൂപ ചെലവ് വരുമെന്നാണ് ഈ പാചക തൊഴിലാളികളുടെ സംഘടനാ പ്രതിനിധികൾ നമ്മളെ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. നമുക്കറിയാം ദിവസ വേതനക്കാരായ 600 രൂപ മാത്രം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ഇത്തരത്തിൽ 2 തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് സർക്കാർ സൗജന്യമായി തന്നെ ഇവർക്ക് അത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്ര വർഷങ്ങൾ ഈ സ്കൂളിൻ്റെ പാചകപ്പുരയിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാതെ ഒരു നരകജീവിതം നയിക്കേണ്ട ഒരു ഗതികേടിലും കൂടിയാണ് ഇത്തരത്തിൽ. അപ്പോൾ അവരുടെ ആവശ്യമെന്ന് പറയുന്നത് അവർ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ നിയമിക്കുന്ന
തലത്തിലേക്ക് മാറണം, അവരുടെ ജോലിക്ക് ഒരു പരിരക്ഷ ഉണ്ടാവണം. ഇത്തരത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് മറ്റ് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഇൻഷുറൻസുകളെല്ലാം സർക്കാർ അടയ്ക്കുന്ന ഒരു തലത്തിലേക്ക് മാറണം. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം. ഈ അനുപാതം, അതായത് ഈ 500 വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന് കുറച്ചുകൊണ്ട് 250 വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്നുള്ള തലത്തിലേക്ക് മാറ്റാൻ സർക്കാർ തയ്യാറാവണമെന്നുള്ളൊരു ആവശ്യം എന്തായാലും സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാസം, അതായത് ഈ വരുന്ന ജൂൺ 8-ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളെ അവഗണിക്കുന്നതിനെതിരെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്യാനാണ് ഇപ്പോൾ പാചക തൊഴിലാളികൾ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി.